ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, അവരുടെ പൊരുത്തം വേണം, അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തരുത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട് എവിടെ പോകുമ്പോഴും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളോട് മക്കൾക്ക് ചില കടമകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളോട് ചില കടമയുണ്ട്. പ്രത്യേകിച്ച് ഒരു പിതാവിന് തന്റെ പൊന്നാര മക്കളോട് 3 കടമകളുണ്ട്. ഈ 3 കടമകൾ നീ പാലിച്ചിട്ടുണ്ടോ എന്ന് നീ തന്നെ ആദ്യം ചിന്തിക്ക്. പിന്നെ മക്കളുടെ വിഷയം അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴും മക്കളെ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ കൂടെ ഒന്ന് പഠിക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് ചില കടമകളുണ്ട്. ഈ പറയുന്ന കടമകൾ ഏത് പിതാവാ പാലിച്ചിട്ടുള്ളത്? ഏതു മാതാവാണ് ഈ പറയുന്ന കടമകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പേടിയും വേണ്ട. നിന്റെ മക്കള് കള്ളുകുടിയും കഞ്ചാവടിയും നിന്നെ അടിച്ചിറക്കലും ഒന്നുമില്ല. ആ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് ആ മക്കളിലൂടെ അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകും. നീ തന്നെ പറയും, അവന്റെ ഇന്ന ആളുടെ വാപ്പയാ എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നൊരവസ്ഥ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു, മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഉമ്മയായി കൊടുക്കല് വാപ്പാടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ, അള്ളാനെ പേടിയുള്ള ഒരു പെണ്ണിനെ ആ കുട്ടികൾക്ക് ഉമ്മയായിട്ട് കൊടുക്കണം. ഒരു മുസ്ലിമായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം തന്റെ മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കാൻ. ഈ കുട്ടിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിന്റെ ഉമ്മയാരാ? ആ കുട്ടി പറഞ്ഞ മറുപടി, വീട്ടിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, എവിടുന്ന് വന്നയാന്നറിയില്ല, ഉപ്പ നിക്കാഹ് പോലും കഴിച്ചിട്ടില്ല, അടിച്ചോണ്ട് വന്നതാ, നമ്മുടെ സ്വന്തം മുസ്ലിം പോലുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു പെണ്ണാണ് എന്റെ ഉമ്മയെന്ന് ആ കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നല്ല മക്കള് വെറുതെ ഉണ്ടാകില്ല. നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ അതിനൊരുപാട് പരിശ്രമമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഈ വഅദ് പറയുന്ന സ്റ്റേജിന്റെ മുമ്പിൽ ഒരു വാഴ വെച്ചു, സങ്കല്പിക്കുക. വാഴ കുലച്ചു കഴിയുമ്പോ പോയി നോക്കുമ്പോ ഉദ്ദേശിച്ചതുപോലെ കൊലയായിട്ടില്ല. ഉടനെ കല്ലമ്പലത്ത് പോയിട്ട് നല്ല വളം മേടിച്ച് 2 ചാക്ക് വളം കൊണ്ടുവന്ന് ഈ കാണുന്ന കൊലച്ചു നിൽക്കുന്ന വാഴയുടെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. രാവും പകലും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചാൽ, വളവിട്ട് കൊടുത്താൽ ഈ കൊലച്ച കൊല നല്ല കൊലയാകുമോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം പറ മനുഷ്യന്മാരെ. ഈ കൊലച്ച കൊല നല്ല കൊലയാകുമോ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. കൊലയ്ക്കുന്നൊക്കെ പോട്ടെ, നിങ്ങളൊന്ന് മുമ്പോട്ട് കയറിയിരുന്നേ എല്ലാവരും. ഞാനേ ഇരിക്കുക. എന്നവനെ നിങ്ങളൊന്ന് നിങ്ങളിരുന്ന മക്കളോടൊന്നപ്പോ നിങ്ങൾ ഒരുപാട് കയറി ഇരിക്കണ്ടപ്പ, ചെവി പോകും കേട്ടാ. ഒന്ന് കുറച്ച് കയറിയിരുന്നോളി. മോനെ ഇത്തിരി പുറകോട്ടിരുന്ന ക്യാമറ ഇങ്ങനെ തട്ടിക്കളഞ്ഞേക്കല്ലേ. കളിക്കുന്ന സാധനത്തിലൊന്നും ഇപ്പം കയറിയേക്കരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയ വയലുവരയുടെ കയറിയിരുന്നോ? ഇരിക്കുക. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ കൊലച്ചു നിൽക്കുന്ന വാഴയുടെ ചുവട്ടിൽ വളവും വെള്ളവും ഒഴിച്ചു കൊടുത്താൽ ഈ കൊലച്ചു നിൽക്കുന്ന കൊല നല്ല കൊലയാകുമോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ എന്താ മിണ്ടായിരിക്കണം? പറഞ്ഞങ്ങന്മാർ എന്ത് ചെയ്യണം പ്രസിഡന്റ്? ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നല്ല കന്ന് വാങ്ങണം, കൊണ്ടുവന്ന് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണില്ലേ? അങ്ങനെ അല്ല. നല്ല കന്നു വാങ്ങലല്ല, വെള്ളമൊടിച്ചു കൊടുക്കലും വളവിടലൊന്നുമല്ല. ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? എടാ, ഇവിടെ വാഴ വെച്ച കിളിക്കുന്ന സ്ഥലമാണെന്ന് നോക്കണം, മണ്ണ് നോക്കണം. ഒരു യഥാർത്ഥ കർഷകന് മണ്ണ് നോക്കിയാൽ അറിയാം
എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നിന്റെ ഭാര്യ ആരാണെന്നറിയുമോ? ചെറുപ്പക്കാരാ, നിസാഉകും ഹർസുൽ ലക്കും വഅതു ഹർസുക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. ആ നല്ല കൃഷിയിടത്തിൽ നീ വിത്തിട്, നിനക്ക് നല്ല വിളവ് കിട്ടുമെന്ന് ഖുർആൻ പറയുമ്പോ, നല്ല മക്കളെ വെറുതെ കിട്ടില്ല. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ആ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാടോ നല്ല മക്കൾ വളരുന്നത്. അല്ലാതെ ചുമ്മാതെയല്ല. ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. അള്ളാനെ പേടിയുള്ള നല്ല മാതാവും പിതാവും വളർത്തിയ മക്കളുണ്ടല്ലോ. എത്രയെത്രയോ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കടോ. പ്രവാചകന്മാരുടെ ചരിത്രമുണ്ടല്ലോ, സ്വഹാബത്തിന്റെ ചരിത്രമുണ്ടല്ലോ, താബീങ്ങളും താബീങ്ങളും ഇമാമുമാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും. എന്തിനായി പാപങ്ങളെ കാണുന്ന നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾ ആദരിക്കുകയും നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കളുടെ ചരിത്രമെടുത്ത് അവരമ്മാനെ പേടിയുള്ളവരാ, അവരമ്മാനെ ഭയന്ന് ജീവിച്ചവരാ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാണ് ഈമാനുള്ളവരുടെ പെണ്ണിന്റെ മടിത്തട്ടിലാണ് നല്ല മക്കളെ വളരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്? പെട്ടെന്ന് മനസ്സിലാവാനൊരു ചരിത്രം പറയട്ടെ. സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാതെ പേടിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമല്ലാതെ മറ്റൊരു ഭക്ഷണവും പിടിക്കാത്ത ചെറുപ്പക്കാരൻ, അല്ലാതെ പേടിയാ. ആ സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പഠിച്ചവരെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് വിലകളിലേക്ക് ഇറങ്ങുകയാ. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാലോ സാബിത്ത് പറഞ്ഞു നടക്കുകയാണ്. വൈകുന്നേരം വരെ തുറന്നു നടക്കുകയാ. ഒരാൾ പോലും അവിടുന്ന് ഭക്ഷണം കൊടുത്തില്ല. സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നടക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തോടെ നടന്നു വരുമ്പോ അവിടുന്ന് തളർന്ന് താഴെ വീഴുകയാ. സാബിത്ത് തളർന്ന് താഴെ വീഴുകയാ. പഠിച്ചവനെ നടക്കാൻ കഴിയുന്നില്ല. ആ പുഴയുടെ ചാരത്ത് തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു പണമിങ്ങനെ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു ആപ്പിളിങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ഭക്ഷണം കാണുകയാണ്. പട്ടിണിയാണ്. ഭക്ഷണം കിടച്ചിട്ട് ദിവസങ്ങളായി. ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പണം കണ്ടപ്പോ സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പണമെന്ന് ആർത്തിയോട് എടുക്കുകയാ. അവിടുന്ന് ആർത്തിയോട് എടുക്കുകയാണ്. ആ ആപ്പിളിന്റെ പകുതി കടിച്ചപ്പോ തന്റെ ആലോചനത്തിലേക്ക് ഭക്ഷണത്തിന്റെ അല്പം ചെന്നപ്പോ സാബിത്ത് ചിന്തിക്കുന്ന ഇതാരുടെ പാവെന്ന് എനിക്കറിയില്ലെന്ന ഹറാമ കഴിച്ചു പോയെന്ന എന്റെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോയുള്ള പഠിച്ചവരോ, ഇത് എന്റെ സൽക്കർമ്മങ്ങൾ അല്ലാതെ വേണ്ട. എന്റെ ദുആ സ്വീകരിക്കില്ല. പഠിച്ചവനെ സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്. ചാടി എഴുന്നേൽക്കുകയാണ്. തലയിലൂടെ മണ്ണുവാരിയിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. കണ്ടവർ വിചാരിച്ച് സാബിത്തിന് ഭ്രാന്ത് പിടിച്ചെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരേ, തന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതിയും പിടിച്ചുകൊണ്ട് സാബിത്ത് നിലവിളിച്ചുകൊണ്ട് പുറയ്ക്കുന്നതോ അവിടുന്ന് ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പടം വീണത്? എവിടെ നിന്നാണ് ഈ പടം വീണ്ടത്? ഒരുപാട് സഞ്ചരിച്ചതിന് അവസാനം പാട്ടിന് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നിന്നാണ് പടം വീണതെന്ന് ഉറപ്പാക്കുകയാ. സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് പഠിച്ചവനെ ആ തോട്ടത്തിനകത്ത് കടന്നു
അടുത്തേക്ക് കടന്നു കൊള്ളുകയാണ്. അവിടെ കണ്ട മനുഷ്യന്റെ കൈപിടിച്ചിട്ട് കരയുകയാണ്. എനിക്ക് പൊരുത്തം തരണം, അറിയാതെ കടിച്ചു പോയതാണ്, വിശപ്പിന്റെ കാഠിന്യത്താൽ കടിച്ചു പോയതാണ്, എനിക്ക് പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബത്തേ, പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഈ തോട്ടത്തിന്റെ മുതലാളിയല്ല, തൊഴിലാളിയാ. എന്റെ തോട്ടമല്ല, എന്റെ തോട്ടമാണെങ്കിലല്ലേ നിനക്ക് പൊരുത്തം തരാൻ കഴിയോ? അവസാനം അവിടെന്ന് ചോദിച്ച മുതലാളിയുടെ വീടെവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കാനുള്ള ദൂരമുണ്ടോ? പോകാ സാബത്ത് തയ്യാറാ? എന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ പകുതിയുടെ പുറത്തും ചോദിക്കാറ് എത്ര നാള് സഞ്ചരിക്കാനും ഞാൻ തയ്യാറാണ്. പഠിച്ചവനെ സാബത്ത് യാത്രയാകുകയാണ്. ദിവസങ്ങളോളം സഞ്ചരിച്ചു. ഈ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുമ്പിലെത്തി. ആ പ്രായം ചെന്ന മനുഷ്യനെ കണ്ടപ്പോ സാബത്തെന്ന് പറയുന്ന ചെറുപ്പക്കാരെ കടന്നുകൊണ്ട് പുറത്തും ചോദിക്കുകയാ. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ ആ പ്രായം ചെന്ന മനുഷ്യൻ ചിന്തിക്കുന്ന, അല്ലാ, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. അങ്ങനായിരുന്നെങ്കിൽ ഇവിടെ വരെ വരില്ലായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്.